അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും ആ നടത്തിപ്പനുസരിച്ച് ദൈവത്തിൻ്റെ ദാസൻ തന്നെ ദൈവവചനം പറഞ്ഞ് അങ്ങനെ ആശീർവാദത്തോടെ നമ്മൾ പിരിയേണ്ടതായിരുന്നു. അതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി എന്ന് എനിക്ക് തോന്നി. അദ്ദേഹം നല്ലൊരു ഫ്ലോയിൽ വന്നതാണ്. ദൈവത്തിൻ്റെ വചനം ശക്തമായി വിലപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. രാവിലെയും ഇന്നലെയൊക്കെ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളോടും ചേർന്നാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതങ്ങനെ കൂട്ടി വായിച്ചാൽ മനസ്സിലാവും ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിലെ ആ വാക്യങ്ങളൊക്കെ പലപ്പോഴും ഞാൻ നമ്മളുടെ സമൂഹത്തിന് നടുവിൽ പ്രസംഗിക്കാറുണ്ട്. അവിടെ ധന്യനായ പൗലോസ് ശ്ലീഹ പറയുന്നത് താൻ ബലഹീനതയും ഞെരുക്കവും പറഞ്ഞ കാര്യങ്ങളെല്ലാം സഹിപ്പാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ഇതാണ് ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ. പക്ഷെ നമ്മുടെ ആളുകളെല്ലാം പലപ്പോഴും ഇത് മറന്നുപോവുകയാണ്. ഈ കാര്യങ്ങളെല്ലാം മാറാൻ വേണ്ടിയല്ല നമ്മൾ ദൈവസന്നിധിയിൽ ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് വരേണ്ടത്. അങ്ങനെയെങ്കിൽ ഇതൊക്കെ തിരുത്തി എഴുതേണ്ടി വരും. ഇത്രയും നേരം ദൈവത്തിന്റെ ദാസൻ എന്താ പറഞ്ഞത്? ആ മനുഷ്യൻ തന്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നെന്നാ പറഞ്ഞത്. ഇന്ന് പകലും ഇന്നലെയും ഒക്കെ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? പൗലോസ് ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാനില്ലെന്നല്ലേ പറഞ്ഞത്? ആ ക്രൂശല്ലേ നമ്മുടെ കൺമുമ്പിൽ വെക്കേണ്ടത്? ക്രൂശാണ് സെൻട്രൽ പോയിന്റ് എന്നല്ലേ പറഞ്ഞത്? ആ ക്രൂശിന് മുമ്പാകെ വരുമ്പോൾ കഴുത്തൊടിക്കാൻ വെച്ച് നമുക്ക് പ്രശംസിപ്പാൻ എന്തുണ്ടെന്നാ ഇന്നലെ പറഞ്ഞത്? ആ ക്രൂശിന് മുമ്പാകെ വരുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ വായിക്കൊന്നും വേണ്ട, അതിന്റെ ഒരു 26 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നമ്മുടെ തറവാടിനെ കുറിച്ചൊക്കെ കാണാം. ബലഹീനരും കുലഹീനരും ഏതുമല്ലാത്തതും ഒന്നുമല്ലാത്തതും ഒക്കെ ആയിരുന്ന നമ്മെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ 29-ാം വാക്യത്തിലേക്ക് വരുമ്പോ എന്താ പറയുന്നതെന്ന് അറിയാവോ? ദൈവസന്നിധിയിൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ. ആ വാക്യം അങ്ങനെ വായിച്ചിട്ട് അതിന് മുകളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ചിന്തിക്കണം. ഈ വാക്യം വായിച്ചിട്ട് മുകളിൽ ഞാൻ പറഞ്ഞ ആ ഭാഗങ്ങളെല്ലാം ഒന്നുകൂടെ മനസ്സിരുത്തി വായിക്കണം. പിന്നീട് വീട്ടിൽ പോയി ധ്യാനത്തോടെ ഉപവാസത്തോടൊക്കെ ഇരുന്ന് വായിക്കേണ്ടതാണ്. എന്നിട്ട് അതിന്റെ 30-ാം വാക്യം വായിക്കണം. 30-ാം വാക്യം വായിച്ച് ക്രിസ്തു നമുക്ക് ആരാണെന്നുള്ളതാ പറയുന്നത്. അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പലതാണ്. അവൻ നമുക്ക് ശുദ്ധീകരണമാണ്, ജ്ഞാനമാണ്, വീണ്ടെടുപ്പാണ്. നമ്മുടെ റിഡംഷനോടുള്ള ബന്ധത്തിലുള്ള കാര്യം പറയുന്നത്. ആ വാക്യം മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ അതിനകത്തൊരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അതിനകത്തൊരു ഓൾട്ടർ ഇരിപ്പുണ്ട്, ഒരു ബലിപീഠം. അതിനകത്ത് ക്രൂശിരിപ്പുണ്ട്. ആ വാക്യത്തിനകത്ത് എന്ത് മറിഞ്ഞിരിപ്പുണ്ട്? ഉണ്ടോ? കാണാൻ പറ്റുമോ? സൂക്ഷിച്ചു നോക്കി. അങ്ങനെ നോക്കിയാൽ കാണാൻ പാടായില്ല. അത് ശരിക്കും പോയിരുന്നങ്ങ് ധ്യാനിക്കണം. ധ്യാനിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ കർത്താവിന്റെ ക്രൂശ് വെളിപ്പെട്ട് നിൽപ്പുണ്ട്. ആ ക്രൂശിലൂടെ ഒഴുകിയ തിരുരക്തം നമ്മുടെ ശുദ്ധീകരണമായി എന്നല്ലേ വായിച്ചത്? അവൻ നമ്മുടെ ജ്ഞാനം എന്നല്ലേ വായിച്ചത്? അവൻ എന്റെ വീണ്ടെടുപ്പുകാരൻ എന്നല്ലേ വായിച്ചത്? അതെല്ലാം കൂടെ ചുരുക്കി പറഞ്ഞ് എന്ത് പറയാം? ക്രൂശല്ലേ അവിടെ മറഞ്ഞിരിക്കുന്നത്. ആ ക്രൂശ് ഈ 30-ാം വാക്യത്തിൽ കണ്ടിട്ട് 29-ാം വാക്യത്തിൽ പറയാം നമ്മളോട്. എന്താ പറഞ്ഞത്? നമ്മളോടുള്ള ദൂതാണ് ഇന്ന് രാത്രി. ശരിക്കും മെസ്സേജ് കഴിഞ്ഞു കേട്ടോ. ശരിക്കും മെസ്സേജ് കഴിഞ്ഞു. ഇനി എന്ത് പറയും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ശരിക്കും മെസ്സേജ് കഴിഞ്ഞു. എന്തെല്ലാം കാര്യങ്ങളിലാണ് ദൈവമക്കൾ പ്രശംസിക്കുന്നത്, പുകഴുന്നത്? പല പല കാര്യങ്ങളിലാണ് പുകഴുന്നത്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരേക്കാളും ജ്ഞാനിയായ ഒരു മനുഷ്യനായിരുന്നു, വലിയ ഫിലോസഫറായിരുന്നു പൗലോസ്. വലിയ പണ്ഡിതനായ മനുഷ്യനായിരുന്നു. എന്നാൽ ദൈവദാസൻ ഇങ്ങനെ അനവധി വാക്യങ്ങൾ പറഞ്ഞു പോയ കൂട്ടത്തിൽ ഞാൻ ഒരു വാക്യത്തിന്റെ അവിടെ ഒരു പേപ്പർ എടുത്ത് വെച്ചു. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിന്റെ അവിടെ ഒരു പേപ്പർ അങ്ങ് എടുത്ത് വെച്ചു. വായിച്ചാട്ടെ. എങ്ങനെ? ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. അതിന് താഴെ വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. 2-ാം വാക്യത്തില് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ മാത്രം അറിയുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് 3-ാം വാക്യത്തിൽ പറയുന്നത് തന്റെ ബലഹീനതയെ കുറിച്ചും പിന്നെ ഭയത്തോടും വളരെ നടുക്കത്തോടും. ഈ ഭയവും ഈ നടുക്കവും ഒക്കെ തനിക്ക് എങ്ങനെയാ ലഭിച്ചത്? നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിങ്കൽ ഉറയ്ക്കുന്നവരെ കുറിച്ച് കാണുന്നുണ്ട്, അല്ലേ? ദൈവത്തിന്റെ വചനത്തിങ്കൽ ഉറയ്ക്കുന്നവരെ. ഈ ഉറയ്ക്കുന്ന, ഈ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ഈ നടുക്കത്തിന്റെ ഒരു അനുഭവത്തിലേക്ക്
പൗലോസ് പറയുന്ന ഈ ഒരു അനുഭവത്തിലൂടെ പോകുമ്പോൾ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളൊന്നും പൗലോസിന്റെ കയ്യിലില്ല. ഉണ്ടോ? പിന്നെ തന്റെ കയ്യിൽ ഏത് പുസ്തകം ഉള്ളത്? നമ്മൾ പറയുന്ന ഈ പഴയ നിയമത്തിലെ 39 പുസ്തകം മാത്രമേ ഉള്ളൂ. ആ പഴയ നിയമത്തിലെ 39 പുസ്തകം വെച്ച് ഈ മനുഷ്യൻ ആ നടുക്കത്തിലേക്ക് വന്നു. അതാണ് യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസ വഴിയിലേക്ക് വന്നവരെയൊക്കെ എടുത്ത് പഠിച്ചു നോക്കുമ്പോൾ അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള ആ ഒരു ജ്ഞാനമുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പുതിയ നിയമത്തിന്റെ അഗ്നി അവരുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് അവരങ്ങ് ജ്വലിച്ചത്. ഈ അപ്പോസ്തലന്മാരൊക്കെ ജ്വലിച്ചതിന്റെ കാരണം എന്താ? അവരുടെ പിതാക്കന്മാർക്ക് വെളിപ്പെട്ട ദൈവം, ആ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച്, അതാണ് ഞാൻ ഇന്നലെ മുതൽ നിങ്ങളോട് പറയാനായിട്ട് ഒരു അളവിൽ പരിശ്രമിക്കുന്നത്. പുറപ്പാട് ദിവസം 19-ാം അധ്യായം അവരുടെ പിതാക്കന്മാരുമായി ബന്ധപ്പെട്ട ഒരു അധ്യായമല്ലേ? സീനായി പർവ്വതത്തിലേക്ക് തേജോമയനായ ദൈവം ഇറങ്ങി വരുന്നു. ഭയങ്കര ഭയാനകമായൊരു കാഴ്ച. ആ ദൈവം പിന്നത്തേതിൽ 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശയെയും യോശുവയെയും ഇസ്രായേലിന്റെ പ്രഭുക്കന്മാരെ എല്ലാം എങ്ങോട്ട് വിളിക്കുന്നു? പർവ്വതത്തിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് പർവ്വതത്തിൽ അവര് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു. അങ്ങനെ കാണുന്നില്ലേ? ആ ദൈവസന്നിധിയിൽ ഇരുന്ന് പാനം ചെയ്തെന്നൊക്കെ നമ്മൾ വായിക്കുന്നു ആ മഹത്വത്തിന്റെ കീഴിൽ. തൊട്ടടുത്ത അധ്യായം 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ആ പറയുന്ന ദൈവം അല്പം മുമ്പ്, അല്ലെങ്കിൽ ചില സമയങ്ങൾക്ക് മുൻപ്, ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഒരളവിൽ വെളിപ്പെടുത്തി കൊടുത്തു സീനായില്. ആ കാഴ്ച ഭയാനകമായിരുന്നെന്ന് പറഞ്ഞല്ലോ, നടുങ്ങിപ്പോയ കാഴ്ചയാണ്. ആ ദൈവം അവരുടെ നടുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് എന്തൊരു നടുക്കമായിരിക്കും അല്ലേ? ഭയങ്കര നടുക്കമല്ലേ സഹോദരങ്ങളെ? നടുക്കുണ്ടാവില്ലേ? ഓക്കെ, ആ വലിയവനും ഭയങ്കരനും മഹാനുമായ ദൈവം സമാഗമന കൂടാരത്തിൽ വസിക്കുമ്പോൾ ഇസ്രായേൽ പാളയം എന്ന് പറഞ്ഞാൽ ക്യാമ്പ്, ഏതാണ്ട് 6 കിലോമീറ്റർ റേഡിയസിലാണ് ഈ പാളയം നിൽക്കുന്നത്. അതിന്റെ ഒത്ത നടുവിലാണ് ഈ ടാബർനാക്കിൽ നിൽക്കുന്നത്. അവിടെ തേജോമയനായ ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളപ്പോൾ അതിന് വെളിയിൽ എന്തായിരിക്കും? അപ്പൊ ക്യാമ്പിന് വെളിയിലുള്ളതിനെ നമ്മൾ എങ്ങനെയാ പറയുന്നത്? ഇസ്രായേൽ പാളയത്തിന് വെളിയിൽ പിന്നെ എന്താ ഉള്ളത്? മുഴു ലോകവും അല്ലേ? ഇസ്രായേൽ പാളയത്തിന് വെളിയിൽ എന്താ ഉള്ളത്? ഹോൾ വേൾഡ് ഉണ്ട്. അവിടെ ഉള്ളവരൊക്കെ ആരാണ്? അമ്മച്ചന്മാരല്ലോ ആണോ? അവിടെ മുഴുവൻ ശത്രുക്കളാണ്. ഈ ക്യാമ്പിന് വെളിയിലുള്ളവരൊക്കെ, അല്ലെ പാളയത്തിന് വെളിയിലുള്ള ആളുകളൊക്കെ, നമ്മള് യോർദാൻ കടക്കുന്നതിന് മുമ്പുള്ള കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ അമലേക്യരുണ്ട്, മോവാബിനുണ്ട്, അമ്മോന്യരുണ്ട്, അങ്ങനെ പലരും അവിടെയൊക്കെ ഉണ്ടല്ലോ. ഈ ആളുകളൊക്കെ അവരെ കണ്ടപ്പോ സബാഷ്, കടന്നു വന്നതിനായി സ്തോത്രം, ചായ കുടിച്ചിട്ട് പോവാം, അങ്ങനെയാണോ അവര് പറഞ്ഞത്? ഒന്നുമല്ല, എല്ലാവരും അവരെ ഞെരുക്കാനാണ് നോക്കിയത്, കൈകാര്യം ചെയ്യാനാണ് നോക്കിയത്. അതിൽ നിന്ന് നമ്മൾ വലിയൊരു പാഠം പഠിക്കാനുണ്ട്. എന്താ പാഠം പഠിക്കാനുള്ളത്? ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തിന്റെ ആ നിർഭയത്വം, അതായത് അവരെ സംബന്ധിച്ച് അവരുടെ പാളയത്തിന് നടുവിൽ വസിക്കുന്ന ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതി, വെളിയിലുള്ള ഒറ്റ ഒരാളെ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പിശാചിന്നോ എന്തെങ്കിലും വരുത്തുപോക്കുന്നു, എന്തെങ്കിലും ഒരു വാക്ക് കേട്ട ഉടനെ നമ്മൾ ഭയപ്പെടും. ദൈവത്തെ അത്രയും ഭയപ്പെടില്ല. ദൈവത്തെ നമ്മുടെ ആളുകൾ അധികം എന്ത് ചെയ്യുന്നില്ല. ഇവിടെ ഈ വാക്യം വായിച്ചുകൊണ്ടാട്ടോ ഇങ്ങനെ പറഞ്ഞത്, ഒന്നും തോന്നരുത്. പൗലോസിന് ഇത്ര നടുക്കവും ഭയമൊക്കെ വരാനുള്ള കാരണം പൂർവന്മാരായ പിതാക്കന്മാരിലൂടെ തനിക്ക് ലഭിക്കപ്പെട്ട ദൈവത്തെക്കുറിച്ചുള്ള പരിമിതമായ ബോധ്യങ്ങളുണ്ട്. അത് ഗമാലിയയിലൂടെ ഒക്കെ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുവുമായിട്ടൊരു മുഖാമുഖം, ദമസ്കോസ്, ആ ദമസ്കോസിന്റെ അനുഭവം, ഒരു എൻകൗണ്ടർ നടന്നു. പൗലോസ് ആളങ്ങ് മാറിപ്പോയില്ലേ? ആ പൗലോസിന്റെ ഉള്ളിൽ ഈ പഴയ നിയമമുണ്ട്, നല്ല നിലയിലുണ്ട്. അതെല്ലാം നമ്മൾ കണ്ടതുപോലെ അതെല്ലാം തന്നെ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരുമല്ലേ, വെളിപ്പാടുകളായിട്ട് മാറുകയല്ലേ. അവിടെയല്ലേ പൗലോസ് പറയുന്ന മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്ന്. ഈ 2 മിനിറ്റ് മുമ്പ് ഞാൻ പറഞ്ഞത് എന്താ? ഇസ്രായേൽ പാളയത്തിന്റെ ഒത്ത നടുവിൽ സമാഗമന കൂടാരം, അതിനകത്ത് തേജോമയനായ ദൈവം ഇറങ്ങി നിൽക്കുന്നു. എന്തൊരു കാഴ്ച! അതിനു മുമ്പ് 19-ാം അധ്യായത്തിൽ പർവ്വതത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങുന്ന കാര്യം പറഞ്ഞു. ഈ 2 കാര്യവും പറഞ്ഞിട്ട് മൂന്നാമത് ഞാൻ എന്താ പറയുന്നതെന്ന് അറിയാവോ? ആ കൂടാരത്തിൽ ഇറങ്ങിയ മഹത്വാനായ ദൈവം ഞാനും നിങ്ങളുമാകുന്ന കൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്ന രംഗം ഒന്ന് ചിന്തിച്ച്. എങ്ങനെയാ ചിന്തിക്കുന്നത്? ആദ്യം 19-ാം അധ്യായം, രണ്ടാമത് 25-ാം അധ്യായം. എന്നുവെച്ചാൽ ആ ഭാഗം സമാഗമന കൂടാരത്തിന്റെ പണി തീരുകയാണ്. അതിലേക്ക് ദൈവമഹത്വം ഇറങ്ങി വരുന്നു. അതവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ മൂന്നാമത് പറഞ്ഞത് എന്താ? ഈ പുതിയ നിയമകാലത്ത് നാം ആണ് ദൈവത്തിന്റെ കൂടാരം. ഈ കൂടാരത്തിൽ അതേ മഹത്വം വേറെ ഏതെങ്കിലും ദൈവമൊന്നുമല്ല, കനം കുറഞ്ഞ ദൈവമൊന്നുമല്ല, അതേ മഹത്വത്തിൽ ഇറങ്ങി വരികയാണ്. ഇതിൽ പരം ഭാഗ്യ പദവിയല്ലോ ഉണ്ടോ? ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി ആയിരിക്കുക, ദൈവസഭയുടെ ഭാഗമാകുക എന്ന ഒറ്റ കാരണത്താൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ ഞാനാണ്.
മുകേഷ് അംബാനിയോ പിന്നെ വേറെ മറ്റേ പുള്ളിയൊക്കെ ഉണ്ടല്ലോ, ഇവരൊന്നും എന്നെ സംബന്ധിച്ച് അവരൊന്നും അനുഗ്രഹിക്കപ്പെട്ടവരല്ല. ഇന്നലെ മുതൽ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്, നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനോ ഗ്രഹിക്കാനോ പറ്റിയോ എന്നൊന്നും എനിക്കറിയില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തെ മാത്രമല്ല, ഈ മുഴുവൻ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയും, അത് പറയാൻ കഴിയണ്ടേ? ഏത് കാരണത്താലാ ഈ ബാംഗ്ലൂരിൽ ഒരു റെന്റഡ് ഹൗസിൽ കിടക്കുന്ന ചുമ്മാ ഒരു ചെറിയ ഒരു സംവിധാനത്തിൽ കിടക്കുന്ന ഞാനാണോ അനുഗ്രഹിക്കപ്പെട്ടവൻ? 100 വർഷത്തിൽ കൂടുതലായി പെന്തിക്കോസ് സമൂഹം മലയാളക്കരയിലൊക്കെ ഇങ്ങനെ അതിന്റെ ബാക്കി പത്രങ്ങളാണല്ലോ നമ്മളൊക്കെ. നമ്മുടെ സമൂഹത്തിന് ഇപ്പോഴും അനുഗ്രഹം എന്ന് പറയുന്ന, പുതിയ നിയമത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ശരിയായി വ്യാഖ്യാനിക്കാൻ പറ്റിയിട്ടില്ല. സ്കോളേഴ്സ് ഒക്കെ ഒത്തിരി ഉണ്ട് നമുക്ക്. പുതിയ നിയമത്തിന്റെ അനുഗ്രഹം അതിന് പഴയ നിയമത്തെ കൂട്ടുപിടിക്കുന്നത്. പഴയ നിയമത്തെ കൂട്ടുപിടിച്ചാൽ ഒക്കുവോ? പുതിയ നിയമത്തിന്റെ അനുഗ്രഹം ഇന്നലെ പറഞ്ഞില്ലേ? ഇന്നലെയോ ഇന്നോ എപ്പോഴാ പറഞ്ഞില്ലേ? പുതിയ നിയമത്തിൽ ഒറ്റ അനുഗ്രഹമേ ഉള്ളൂ, രണ്ടാമതൊരു അനുഗ്രഹം വെച്ചിട്ടില്ല. ആ ഒറ്റ അനുഗ്രഹത്തിന്റെ പേരെന്താ? എന്താ സഹോദരന്മാരെ, ആരെങ്കിലും ഒന്ന് പറയാമോ വായി തുറന്ന്? പുതിയ നിയമത്തിൽ പുതിയ നിയമ സഭയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഒറ്റ അനുഗ്രഹം. ഒരുപക്ഷെ പലതും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. ഞാൻ രാവിലെ പറഞ്ഞില്ല, ഈ ലോകത്ത് കാണുന്ന സകല കാര്യങ്ങളെ ഇപ്പൊ പറഞ്ഞ പൗലോസ് പറഞ്ഞത് ട്രാഷ് എന്നാണ്, ചവറെന്നാ പറഞ്ഞത്. ഈ ലോകത്തിലുള്ള സകല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചവറെന്നല്ല ഇതിന്റെ അർത്ഥം, എല്ലാം യൂസ് ആൻഡ് ത്രോ ആണെന്നാണ് അർത്ഥം. പൗലോസ് മീൻ ചെയ്യുന്നത് എന്താ? ഈ ഭൂമിയിലുള്ള സകല കാര്യങ്ങളും വെറും യൂസ് ആൻഡ് ത്രോ ആണ്. എല്ലാം നമുക്ക് അനുഭവിക്കാനുള്ളതാണ്, പക്ഷേ അതൊന്നും കെട്ടിപ്പിടിക്കാൻ പാടില്ല. അതിലൊന്നും അല്ല നമ്മുടെ പ്രശംസ. നമ്മുടെ പ്രശംസ അതിൽ വല്ലതും ആണോ? ഒരു പുതിയ നിയമ ഭക്തനെ സംബന്ധിച്ച് നമുക്കൊരേ ഒരു അനുഗ്രഹമുള്ളൂ, അത് നമ്മുടെ മണവാളനാണ്. വേറൊരു അനുഗ്രഹവും ഇല്ല. വേറെയുള്ളതെല്ലാം ഈ ഭൂമിയെയും സംവിധാനത്തെയും കുറിച്ച് എന്താ പറയുന്നത്? ഇതെല്ലാം തീക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. തീക്ക് വേണ്ടി വെച്ചിരിക്കുന്നതിലാണോ പ്രശംസിക്കുന്നത്? ഇത് തിരിച്ചറിഞ്ഞവനാ പൗലോസ്. അതാണ് പൗലോസിന് നടുക്കം. സീനായി പർവ്വതത്തിൽ ഇറങ്ങിയ ദൈവത്തെക്കുറിച്ച് പൗലോസിന് ഗ്രാഹ്യമുണ്ട്. സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വന്ന ദൈവത്തെക്കുറിച്ച് പൗലോസിന് ഗ്രാഹ്യമുണ്ട്. ശലോമോൻ ദൈവത്തിന്റെ ആലയത്തിന് മുമ്പാകെ നിന്ന് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഇറങ്ങി വന്ന ദൈവത്തിന്റെ മഹത്വം പൗലോസിന് നല്ല ബോധ്യമുണ്ട്. ഇതൊക്കെ ബെന്യാമിൻ ഗോത്രക്കാരനായ പൗലോസിന് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കുന്നത്. ആ ബോധ്യം നമുക്കും വരണം, നമുക്കും വരണം, നമുക്കും വരണം. പുതിയ നിയമ ക്രിസ്ത്യാനിക്ക് വേണ്ടി ഒരേ ഒരു നന്മയെ വെച്ചിട്ടുള്ളൂ. ഒരേ ഒരു നന്മ, ഒരേ ഒരു നന്മ. 2 പ്രധാനപ്പെട്ട വാക്കുകൾ നിങ്ങളുടെ മുമ്പാകെ ഞാൻ വെച്ചിട്ട് പോവുക. ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഈ തലമുറയിലെ വിശ്വാസി സമൂഹത്തിന് ഉൾക്കൊള്ളാൻ വലിയ പാടായ കാര്യമാണ്. എന്തോ വലിയ ദുരുപദേശം പറഞ്ഞെന്ന് നാളെ പോയി പുറത്ത് പറഞ്ഞേക്കരുത്. പുതിയ നിയമ സഭയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഒരേ ഒരു അനുഗ്രഹം യേശുക്രിസ്തു മാത്രമാണ്. പ്രൂവ് ചെയ്യാൻ നിശ്ചയമായും കഴിയും. ഈ പുസ്തകം മതി പ്രൂവ് ചെയ്യാൻ. ഒരൊറ്റ നന്മയെ വെച്ചിട്ടുള്ളൂ. സാധാരണ ഞങ്ങൾ ഉപദേശിമാരൊക്കെ പറയും നന്മയെക്കുറിച്ച്, ആ ഒരു നന്മ ലഭിച്ചെന്നൊക്കെ പറയും, ആ ലഭിക്കപ്പെട്ട നന്മകളെ ഓർത്തെന്നൊക്കെ പറയും. അങ്ങനെ ബഹുവചനത്തിലൊന്നും പറയാനില്ല. ഒരൊറ്റ നന്മയേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. അത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും, നമ്മൾ 2 കൂട്ടരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പൗലോസിനെ പോലെ പറയാൻ പാകത്തിന് ഒന്നുമില്ല നമുക്ക്. അദ്ദേഹത്തിന് ചിലതൊക്കെ പറയാനുണ്ട്. ഫിലിപ്പി ലേഖനത്തിലൊക്കെ പറയുന്നില്ലേ, എബ്രായൻ എന്ന് വെച്ചാൽ എബ്രായൻ, ഇസ്രായേലിയൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, പരീശൻ, അങ്ങനെ ഒത്തിരി പുള്ളിക്ക് പറയാനുണ്ട്. നമുക്ക് എന്നാ പറയാനുള്ളത്? അങ്ങ് വിദൂരതയിൽ കിടന്ന വിജാതീയരാണ് ഈ കേട്ടിരിക്കുന്നതെല്ലാം. പ്രസംഗിക്കുന്നവനോ 1ാം തരം വിജാതീയൻ. ആ നമ്മുടെ മേലാണ് മഹത്വത്തിന്റെ ആത്മാവ് ആവസിക്കുന്നത്. നമ്മുടെ മേൽ റെസ്റ്റ് എന്നുള്ളൊരു ഇംഗ്ലീഷ് വാക്കാ കൊടുത്തിരിക്കുന്നത്. ആവസിക്കുകയാണ്, വന്നും പോയി നിൽക്കുകയല്ല. വന്നും പോയി നിൽക്കുകയാണോ? ഒരിക്കലും അല്ല. ഇസ്രായേലിന് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യം, പഴയ നിയമക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ മൺകൂടാരത്തിലേക്ക് ആ നിക്ഷേപം എന്ത് ചെയ്തിരിക്കുക? പകർന്നിരിക്കുകയാണ്. ആ നിക്ഷേപം പകർന്നിരിക്കുകയാണ്. ആ മഹത്വം ഇതിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ ഇതിനെല്ലാം യോഗ്യരാണ്. അതാണ് ഇത്രയും നേരം ദേവദാസൻ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത്. നമുക്കൊന്നിലും പ്രശംസിക്കാനില്ല സഹോദരങ്ങളെ. ഞാനത് അനുഭവിച്ചുകൊണ്ടാ പറയുന്നത്. ഒന്നും പ്രശംസിപ്പാനില്ല. കൃപയത്രേ. കൃപയുടെ ആഴം പഠിക്കണം. ആ കൃപയുടെ ആഴം പഠിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞവനാ ദാവീദ്. കാട്ടിൽ ആടിനെ മേയിച്ച് നടന്നതാ. ഇത്തിരി മുമ്പ് കേട്ടില്ലേ, സ്വന്തം മാതാപിതാക്കൾ പോലും കൗണ്ട് ചെയ്തില്ല. തന്നെ കണക്കിൽ പോലും എന്ത് ചെയ്തില്ല, പെടുത്തിയില്ല. ബാക്കി സഹോദരങ്ങളെയൊക്കെ വിളിച്ചിട്ട് അവനെ കൗണ്ട് ചെയ്തില്ല. അപ്പൊ ശമൂവേൽ എന്താ പറയുന്നത്? ഇത്രയേ ഉള്ളോ, ഇനി വേറെ ഉണ്ടോ എന്നല്ല ചോദിക്കുന്നത്.
അപ്പൊ എന്താ പറഞ്ഞത്? പുള്ളി പെട്ടെന്ന് തലയുറഞ്ഞ് ആലോചിച്ചിട്ട് പറഞ്ഞു കാണുമായിരിക്കും, ഒരുത്തനുണ്ട്, അവൻ കാട്ടിലാടിനെ മേയിച്ച് നടക്കുകയാണെന്ന്. തൽക്ഷണം ശമൂവേൽ എന്താ പറഞ്ഞെന്നറിയാവോ? വാക്കറിയാവോ? ഓർമ്മയുണ്ടോ? തൽക്ഷണം. പുസ്തകം തുറന്നു നോക്കിയിട്ട് പറയുന്നത് തൽക്ഷണം ഒരു വാക്ക് പറഞ്ഞു. ഭയങ്കര വാക്കാണ്. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന് കുറേ കാലം മുൻപോട്ട് പോയപ്പോൾ ഇങ്ങനെ ചില പ്രതിസന്ധികളിലൂടെയൊക്കെ പോയൊരു സമയത്ത് ആ വാക്യം എൻ്റെ ഉള്ളിൽ അങ്ങ് പ്രകാശിച്ചു, കത്തി ജ്വലിച്ചു. നീ വന്നിട്ടല്ലാതെ പന്തിയില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. നീ വന്നിട്ടല്ലാതെ, അവൻ വന്നിട്ടല്ലാതെ പന്തിയില്ലെന്ന്. നീ വന്നിട്ടെന്നല്ല, അവൻ വന്നിട്ടല്ലാതെ. ഈ കേമന്മാരും തലയെടുപ്പുള്ളവരും പൊക്കമുള്ളവരും എന്താ ആ ഒരു കോമള രൂപമൊക്കെ ഉള്ളവന്മാരാണ് ഈ സഹോദരന്മാരെല്ലാം. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ശമൂവേൽ പറയാണ്, അവൻ വന്നിട്ടല്ലാതെ പന്തിയില്ലെന്ന്. ആരും ഗവനിച്ചില്ല, പരിഗണിച്ചില്ല. ഈ സഹോദരന്മാര് പോലും പറഞ്ഞില്ല, ശമൂവേലച്ചായ ഞങ്ങളുടെ ഒരു അനിയൻ കാട്ടിലുണ്ട് കേട്ടോ, പുള്ളിനെ വേണേ വിളിച്ചു നോക്കാം എന്ന് അവരാരെങ്കിലും പറഞ്ഞു? അവരൊന്നും പറഞ്ഞില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം മുന്നമേ കണ്ടിട്ടുണ്ട്, അല്ലേ? സ്വർഗത്തിലെ ദൈവം മുന്നമേ കണ്ടിട്ടുണ്ട്. ഇസ്രായേലിന്റെ നടുവിൽ തേജസ്സാർന്നൊരു ഒരു അനുഭവത്തിൽ നിൽക്കാൻ ദാവീദിനെ കണ്ടിട്ടുണ്ട്. അതായത് മെശിഹായെ കുറിച്ച് പറയുമ്പോ എങ്ങനെ പറയുന്നത്? ദാവീദിന്റെ സന്തതി എന്നല്ലേ പറയുന്നത്? ആ ദാവീദിന്റെ സന്തതി എന്ന നിലയിലേക്ക് ദാവീദിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ മുതല് നമ്മള് ശമൂവേലിന്റെ പുസ്തകത്തിലൊക്കെ നിന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ എന്റെ ഒരു 10 മിനിറ്റും കൂടെ പൗലോസിന്റെ വഴിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പോയി. അപ്പൊ എനിക്ക് ഈ കാര്യമായിട്ടൊന്നും ഇനി പറയാനില്ല. എന്നാല് ഇന്നലെ നമ്മൾ പറഞ്ഞ ആ ശമൂവേലിന്റെ പുസ്തകത്തിൽ നിന്ന് ഓടിച്ച് 1-2 കാര്യം പറയുകയാണ്. അതായത് 2 ശമൂവേൽ 6-ാം അധ്യായത്തില് ഇങ്ങനെ പറഞ്ഞു വന്ന് നമ്മൾ ശമൂവേലിലേക്ക് അങ്ങ് വന്ന് കയറിയതുകൊണ്ട് ഞാൻ നിന്ന് വേഗം അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ എനിക്ക് സമയത്തിന്റെ ക്ലിപ്തത തന്നിട്ടുണ്ട്. രാവിലെ എനിക്ക് അബദ്ധം പറ്റിപ്പോയി, വലിയ അബദ്ധമായി പോയി. 10 മിനിറ്റല്ല 15 മിനിറ്റ് ഞാൻ കടന്നുപോയി. അങ്ങനെ വലിയൊരു ലംഘനത്തിലാകപ്പെട്ട മനുഷ്യനാണ്. ഇന്ന് രാത്രി എവിടെ അവസാനിച്ചോ അവിടെ ഞാനങ്ങ് നിർത്തും. അപ്പൊ അതുകൊണ്ട് ഒരു വാക്കോടെ അവസാനിക്കുന്നതിന് മുമ്പ് പറയട്ടെ, 2 ദിവസം നിങ്ങളുടെ നടുവിലായിരിക്കാനും ദൈവവചനം ഘോഷിക്കുവാനും ഒക്കെ ലഭിക്കപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവദാസനും കുടുംബവും ഒക്കെ എന്നോട് വലിയ സ്നേഹം കാണിച്ചു. നിങ്ങളിൽ പലരും വലിയ അറ്റൻഷനിലായിരുന്നു. എല്ലാവരുടെ അവസ്ഥ എല്ലാവരും എങ്ങനെ ഗ്രഹിച്ചെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അപൂർവമായി കാണുന്ന ഒരു കാര്യമാണ്. സാധാരണ ഈ പെന്തക്കോസ്റ്റ് ചർച്ചുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ സഹോദരിമാരാരും ബുക്കും പേപ്പറും പേനയായിട്ടൊന്നും വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ ഇരുന്ന് അതൊക്കെ കുറിക്കുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ വലിയൊരു സന്തോഷം തോന്നി. അപ്പൊ അതൊക്കെ ഒരു പോസിറ്റീവായ കാര്യമാണ്. സഹോദരന്മാരുടെ കയ്യിൽ ബുക്കും പേപ്പറും പേനയൊന്നും അങ്ങനെ സാധാരണ കാണാറുണ്ട്. കണ്ടില്ല എന്നോർത്തും കുഴപ്പമൊന്നുമില്ല. അവരൊക്കെ ഹൃദയത്തിൽ മറിയെ പോലെ സംഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? നിശ്ചയമായി ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നുണ്ട്. കാറ്റത്ത് പറന്നു പോകാതിരുന്ന മാത്രം മതി. അപ്പോ അങ്ങനെ നമ്മളെ 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ ദൈവത്തിന്റെ ദാസനായ ദാവീദ് കുന്നിൻ മുകളിലുള്ള അമിനാദാബിന്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് പെട്ടകം കൊണ്ടുവരുന്ന കാര്യം ഇന്നലെ പറഞ്ഞു. അങ്ങനെ പെട്ടകം കൊണ്ടുവരാൻ പോയി. പെട്ടകം കൊണ്ടുവരുന്ന വഴിയിൽ കാള വരേണ്ട കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ നിങ്ങളെല്ലാം ശ്രദ്ധിച്ച പുസ്തകം 2 ശമൂവേൽ 6-ാം അധ്യായമാണ്. പക്ഷെ ഞാൻ ഇന്ന് 1 ദിനവൃത്താന്തം 13-ാം അധ്യായം അധികം പറയാനില്ല, ഓടിച്ചോടിച്ച് പറയും. അപ്പൊ ഞാൻ പറയുന്ന അധ്യായങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്താൽ പിന്നത്തേതിൽ വായിച്ച് ധ്യാനിക്കാൻ കഴിയും. അപ്പോ നിങ്ങൾക്കറിയാം ഇനി എന്റെ മുമ്പിൽ എത്ര സമയമുണ്ടെന്ന്. അതുകൊണ്ട് ജെറ്റ് വേഗത്തിൽ പോകും. അപ്പൊ അങ്ങനെ 1 ദിനവൃത്താന്തം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സെയിം സബ്ജക്ട് വരികയാണ്. 2 ശമൂവേൽ 6-ാം അധ്യായത്തിലെ അതേ കാര്യങ്ങൾ ഇവിടെയും വരികയാണ്. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ 1-2 കാര്യം സൂചിപ്പിക്കുകയാണ്. ഇന്നലെ വൈകിട്ടത്തെ മീറ്റിംഗിൽ ഒന്ന് സ്റ്റക്കായി പോയത് 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ വന്നപ്പോൾ ഇസ്രായേലിന്റെ ആ കാലഘട്ടത്തിലെ നേച്ചർ ഒന്ന് വെളിപ്പെട്ടു. അത് വെളിപ്പെട്ടപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ പുതിയ നിയമത്തിലേക്ക് കയറി വന്നു. അവര് ദൈവത്തെ മറന്നുകൊണ്ട് അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി സഞ്ചരിച്ചപ്പോൾ പുതിയ നിയമ ക്രിസ്ത്യാനികളായ നിങ്ങളെയും അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും കേൾക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെ നമ്മളെ മൊത്തത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു സ്വയത്തിന് ജീവിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. അതൊക്കെ പിന്നീട് തനിയിരുന്ന് ധ്യാനിക്കണം. നാം നമ്മുടെ സ്വയത്തിന് ജീവിക്കാൻ അനുവാദമില്ലാത്തവരാണ്. നാം കൃപയാൽ നിൽക്കുന്നവരാണ്. ഒരു ഔദാര്യം പോലെ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന മനുഷ്യരാണ്. ഇനി ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടിയാണ്. ലോർഡ്ഷിപ്പ് എന്നൊരു കാര്യം ഇന്നലെ പറഞ്ഞു. കർത്തൃത്വം 1 ഇഞ്ച് പോലും, അല്ലെങ്കിൽ എങ്ങനെ പറയാ, കർത്തൃത്വം എന്നുള്ള വിഷയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വിശദീകരിക്കുന്നില്ല. അതൊക്കെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ധരിപ്പിക്കട്ടെ. നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണം സഞ്ചരിക്കുന്നത്. ഇനി അങ്ങനെയല്ലെങ്കിൽ തിരുത്തൽ നിർബന്ധമാണ്.
അങ്ങനെയല്ലെങ്കിൽ തിരുത്തൽ നിർബന്ധമാണ്. അതൊക്കെയാണ് ഇന്നലെ പറഞ്ഞത്. ഇന്നും അങ്ങനെ ഒരു കാര്യം മുമ്പിലുണ്ട്, സൂചിപ്പിച്ചിട്ടങ്ങ് പോയേക്കാം. അങ്ങനെ 1 ദിനവൃത്താന്തം 13-ാം അധ്യായം തുറക്കുകയാണ്. 13-ാം അധ്യായം തുറക്കുമ്പോൾ ദാവീദ് തന്റെ സഹസ്രാധിപന്മാരെയും കേമന്മാരെയും എല്ലാ ആളുകളെയും കൂട്ടിക്കൊണ്ട് ഈ പെട്ടകം എടുക്കുവാൻ വേണ്ടിയിട്ട് കുന്നിൻമോളിലുള്ള അബീദാദാവിന്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു ഉത്സാഹത്തിലാണ്. അങ്ങനെ ഈ കാര്യത്തിന് വേണ്ടി അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് വായിക്കാമോ? 3-ാം വാക്യം. ഈ കാര്യങ്ങളെല്ലാം മണിക്കൂറുകൾ നിന്ന് പറയേണ്ടതാണ്. ഈ കാലയളവില് ചർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ വാക്യത്തിലൂടെയൊക്കെ വെളിപ്പെടുന്നത്. എന്നുവെച്ചാൽ അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങണം. ചുമ്മാ വായിച്ചാൽ മനസ്സിലാകണമെന്നില്ല. നമ്മുടെ ദൈവത്തിന്റെ പെട്ടകം വീണ്ടും നമ്മുടെ അടുക്കൽ കൊണ്ടുവരിക. ശൗലിന്റെ കാലത്ത് നാം അതിനെ ഗണ്യമാക്കിയില്ലല്ലോ. ഈ പെട്ടകം ഫെലിസ്ത്യർ പിടിച്ചോണ്ട് പോയത് ആരുടെ കാലത്താ? ന്യായാധിപന്മാരുടെ കാലത്ത് പിടിച്ചോണ്ട് പോയതാ. അവരുടെ ശേഷം, അതായത് ശമൂവേലിന്റെ കാലത്താണ് ശൗല് രാജാവാകുന്നത്. എത്ര വർഷമാ? നീണ്ട 40 വർഷം. ആ 40 വർഷക്കാലം ഇസ്രായേലിന്റെ രാജാവായ ശൗല് ഈ പെട്ടകം മടക്കി കൊണ്ടുവരുവാനായിട്ട് എന്ത് ചെയ്തില്ല? ഉത്സാഹിച്ചില്ല. അപ്പൊ പെട്ടകം എവിടെയാ? പെട്ടകം വെളിയിലാണ്. പെട്ടകം പിടിച്ചോണ്ട് പോയല്ലോ. പെട്ടകം പിടിച്ചോണ്ട് പോയി. അങ്ങനെ പിടിച്ചോണ്ട് പോയ പെട്ടകം മടക്കി കൊണ്ടുവന്നു. ബേത്ത്ശേമെശ് വഴി കൊണ്ടുവന്നു. അങ്ങനെ കുന്നിൻമോളിലുള്ള അബീദാദാവിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. ഏതാണ്ട് 10-47-50 വർഷത്തിനടുക്കൽ അവിടെ ഇരുന്നു. പിന്നത്തതിലാണ് ദാവീദിന് ഈ കാര്യത്തിൽ ബോധ്യം വന്നത്. ഇവിടെ വലിയൊരു പഠനം നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. ഗംഭീര പഠനം. തല മരച്ചു പോകും. അതായത് പെട്ടകം ഇപ്പൊ കുന്നിൻമോളിലിരിക്കുക. ആ സമയത്ത് സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് ഇന്നലെ സംസാരിച്ചു. അവർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു വരുമ്പോൾ കൂടാരം അവരുടെ നടുവിലുണ്ട്. കൂടാരത്തിലെ അതിവിശുദ്ധമായ ഉപകരണങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കാര്യമാണ് പെട്ടകം. അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ശുശ്രൂഷയെ കുറിച്ചൊക്കെ പഠിക്കണം. അപ്പോഴാണ് ഇന്നലെ പറഞ്ഞ നൃത്തമൊക്കെ ക്ലിയർ ആകുന്നത്. അതെല്ലാം പഠിക്കുമ്പോൾ കാര്യം മനസ്സിലാകും. അപ്പോൾ അങ്ങനെ മുൻപോട്ടുള്ള യാത്രയിൽ അവർ ഗിൽഗാലിലെത്തി. യോർദാൻ കടന്നതിന് ശേഷമുള്ള കാര്യമാണ്. പിന്നത്തേതിൽ അവർ ഷീലോവിൽ വന്നു. ഷീലോവിനെയാണ് നമ്മൾ ടെമ്പിൾ സിറ്റി എന്ന് പറഞ്ഞത്. ദീർഘകാലം സമാഗമന കൂടാരം അവിടെ ഇരുന്നു. അവിടെ വെച്ചാണ് ഫെലിസ്ത്യർ വന്നത് പിടിച്ചോണ്ട് പോകുന്നത്. അവര് പിടിച്ചോണ്ട് പോകുന്നത് എന്താ? പെട്ടകം മാത്രം. ബാക്കി അവിടെ ഉണ്ടല്ലോ. പെട്ടകം ഒഴിച്ച് ബാക്കി സമാഗമന കൂടാരം പിന്നീട് നോബിലേക്ക് മാറ്റുന്നു. നോബിൽ നിന്ന് ഗിബയിലേക്കാണ് പിന്നീട് മാറ്റുന്നത്. അതായത് നമ്മൾ ഈ സംസാരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ സമാഗമന കൂടാരം ഗിബയിലാണ് ഇരിക്കുന്നത്. ഗിബയിൽ ഇരിക്കുന്നു. അതായത് ശലോമോൻ രാജത്വം ഏൽക്കുന്ന സമയം വരെ സമാഗമന കൂടാരം ഗിബയിൽ ഇരിക്കുന്നു. അപ്പൊ പെട്ടകം എവിടെ ഇരിക്കുന്നത്? കുന്നിൻമോളിലിരിക്കുന്നു. കാര്യങ്ങൾക്ക് എന്താ വല്ല കുറവ് വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ എന്തായിരിക്കും ഇത്? ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തായിരിക്കും കത്തുന്നത്? അതിനിപ്പോ എന്താ? അത് അവിടെ ഇരുന്നോളില്ലേ, പുള്ളി സൂക്ഷിച്ചോളില്ലേ. അബീദാദാവും മക്കളും കൂടി അത് സൂക്ഷിച്ചോളും. ഇവിടെ ഗിബയിൽ അവിടെ പുരോഹിതന്മാരും ബാക്കി എല്ലാവരും ഉണ്ട്. അവരത് സൂക്ഷിച്ചോളും. കാര്യങ്ങളൊക്കെ അവിടെ മുറ പോലെ നടന്നോളും. ഒരു മുറ പോലെ നടക്കില്ല. പഴയ നിയമ ശുശ്രൂഷകളും പഴയ നിയമത്തിന്റെ ആഴവും ന്യായപ്രമാണ സംബന്ധിയായ കാര്യങ്ങളും പൗരോഹിത്യ സംബന്ധമായ കാര്യങ്ങളും യാഗങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ ഇത് വായിക്കുമ്പോൾ നടുങ്ങിപ്പോകും. ആണ്ടിലൊരു ദിവസം ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരും. അറ്റോൺമെന്റ് ഡേയിൽ മഹാഭാവുകാര ദിവസം അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരും. എങ്ങനെയാ വരുന്നത്? ആദ്യം ഒരു കാളയർത്ത് അതിന്റെ രക്തവുമായിട്ട്, അതുപോലെ തന്നെ അടുത്തൊരു ആടിനെയർത്ത് അതിന്റെ രക്തവുമായിട്ട് മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വരുന്ന കാര്യമുണ്ട്. അത് ക്രമത്തിൽ പറയണം, ഞാൻ ഓടിച്ചു പറയാണ്. അപ്പൊ അങ്ങനെ മഹാപുരോഹിതൻ രക്തവുമായിട്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വരുന്നു. എല്ലാ ദിവസവും വരുന്നുണ്ടോ? വർഷത്തിൽ ഒരിക്കൽ മാത്രം. അങ്ങനെ കെരൂബുകളുടെ നടുവിൽ വസിക്കുന്നവനായ ഒലിവനായ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് പെട്ടകത്തിന് മുകളിൽ കൃപാസനത്തിന് 2 അറ്റത്തും 2 കെരൂബുകൾ. ആ കെരൂബുകളുടെ നടുവിൽ എന്ത് തളിക്കും? രക്തം തളിക്കുകയും പിന്നീട് പരിമള ധൂപാർപ്പണവും. അങ്ങനെ 2 കാര്യമാണ്. എന്തൊക്കെയാ? രക്തം തളിക്കും, പിന്നീട് പരിമള ധൂപാർപ്പണം. ഇങ്ങനെ 2 കാര്യമുണ്ട്. അപ്പൊ ഈ പെട്ടകം ഫെലിസ്ത്യർ കൊണ്ടുപോയതിനു ശേഷം ഇസ്രായേലിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മഹാപുരോഹിതൻ രക്തവുമായിട്ട് എവിടെ വരണം? അതിപരിശുദ്ധ സ്ഥലത്ത് വന്ന് എവിടെ അർപ്പിക്കണം? എവിടെ പെട്ടകം? പെട്ടകം കുന്നിൻമോളിലിരിക്കുകയല്ലേ. ഞാൻ ഒന്നും വിശദീകരിക്കുന്നില്ല, ഇവിടെ നിർത്തുക. പെട്ടകം ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? കുന്നിൻമോളിൽ. സമാഗമന കൂടാരത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ എവിടെയുണ്ട്? അതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. യാഗപീഠം മുൻപിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ദിവസേനയുള്ള യാഗങ്ങളും കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കുന്നു. പക്ഷേ ഇസ്രായേലിന് ദൈവവുമായിട്ടുള്ള ബന്ധം അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത് എങ്ങനെയാണ്?
ആ ശുശ്രൂഷ എങ്ങനെയാ? മഹാപുരോഹിതൻ ദൈവസന്നിധിയിൽ കടന്നു വന്ന് യാഗമർപ്പിച്ച് യാഗരക്തവുമായി അതിപരിശുദ്ധ സ്ഥലത്ത് വന്ന് അവിടെ പരിമള ധൂപം അർപ്പിച്ച് അങ്ങനെ തിരിച്ചു വന്ന് യാഗമൃഗത്തെ യാഗപീഠത്തിൽ പൂർണ്ണമായി ദഹിപ്പിച്ചതിന്റെ ചാരമൊക്കെ എടുക്കണം. ആ ശുശ്രൂഷകളെല്ലാം അങ്ങനെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് എല്ലാം നിവൃത്തിയായി എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുക. പക്ഷേ ജനറൽ കൺവെൻഷൻ നടക്കുന്നുണ്ട്. ഇപ്പോഴെല്ലാം ഇസ്രായേലിന്റെ കാര്യങ്ങളെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. പക്ഷെ ജനറൽ കൺവെൻഷൻ നടക്കുന്നുണ്ട്. വരുന്നവർക്ക് ഇതൊന്നും അറിയില്ലെന്നേ. വരുന്നവർ ഇതെല്ലാം അറിയുന്നുണ്ടോ? ചൗലിന് ഇതൊന്നും ഒരു വലിയ ബോധ്യമൊന്നുമില്ല. പുള്ളി കൺവെൻഷനൊക്കെ നടത്തുന്നുണ്ട്, ഉപവാസ പ്രാർത്ഥന നടത്തുന്നുണ്ട്, കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട്. കാര്യങ്ങളൊന്നും ക്രമത്തിലല്ല. മോശയെല്ലാം ക്രമത്തിൽ വെച്ചെന്നാണ് പുറപ്പാട് 40 എഴുതിയിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞത് എങ്ങനെ? യഹോവ കൽപ്പിച്ചതുപോലെ ഒക്കെയും മോശ ചെയ്തു. 17 പ്രാവശ്യം എഴുതിയിരിക്കുന്നത്. എന്നിട്ട് 40-ാം അധ്യായത്തിലേക്ക് വരുമ്പോ കാണുന്നത് എന്താ? മോശ അതെല്ലാം ക്രമത്തില് വെച്ചു. ക്രമം എന്ന് പറഞ്ഞാൽ എന്താ ക്രമം? വാതിൽ തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് എന്താ? വാതിൽ തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് എന്താ കാണുന്നത്? യാഗപീഠം. അടുത്തത് എന്താ കാണുന്നത്? താമ്രത്തൊട്ടി. അങ്ങനെയല്ലേ കാണുന്നത്? അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിന്റെ ക്രമം എന്ന് പറയുന്നത്. അവിടെയൊക്കെ നിന്ന് പറയേണ്ടതാ. അങ്ങനെ ഓരോരോ കാര്യങ്ങളും. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വരുമ്പോ ക്രമം എന്താ? അവിടെ പെട്ടകത്തിന് മുകളിൽ എന്ത് വെക്കണം? കൃപാസനം. അതിന് മുകളിൽ കൃപാസനത്തിൽ തന്നെയാണ് കെരൂബ് ഇരിക്കുന്നത്. അപ്പോ അതിപരിശുദ്ധ സ്ഥലം ഇപ്പൊ എങ്ങനെയായിട്ടാ കിടക്കുന്നത്? വൈക്കന്റ് ആയിട്ടല്ലേ കിടക്കുന്നത്? ആണോ അല്ലയോ? വാക്യത്തിലേക്ക് നോക്ക് സഹോദരങ്ങളെ. നമ്മുടെ ദൈവത്തിന്റെ പെട്ടകം വീണ്ടും നമ്മുടെ അടുക്കൽ കൊണ്ടുവരിക. ശൗലിന്റെ കാലത്ത് നാം അതിനെ ഗണ്യമാക്കിയില്ലല്ലോ. പല കാര്യങ്ങളും മലയാളത്തിലെ ആ വാക്കൊക്കെ ഒന്ന് നോക്കി. ശൗലിന്റെ കാലത്ത് നാം ആ കാര്യം എന്ത് ചെയ്തില്ല? ഗണ്യമാക്കിയില്ല. ഇതുപോലെയാണ് പല കാര്യങ്ങളും പലരും ഗണ്യമാക്കുന്നില്ലെന്നേ. ചടങ്ങുകളെല്ലാം നടക്കുന്നുണ്ട്. കാര്യങ്ങൾ ക്രമീകൃതമാണോ എന്ന് ആരും നോക്കുന്നില്ല. ഏലിയാവിനെ ഒന്ന് ഓർത്തു നോക്കിയേ. കർമ്മേലിൽ താന് ബലിയർപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് യാഗപീഠം എന്ത് ചെയ്തു? ക്രമീകരിച്ചു. അതിന് 10 കാലാണോ 8 കാലാണോ എങ്ങനെയായാലും നടത്തിയേക്കാം എന്നല്ല തീരുമാനിച്ചത്. പിന്നെ എന്താ ചെയ്തത്? ക്രമീകരണങ്ങളിലേക്ക് വന്നു. ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചു. ഉപവാസ പ്രാർത്ഥനയൊക്കെ എന്തിനാ? ക്രമീകരണങ്ങളൊക്കെ വരണം. വ്യക്തിപരമായ ജീവിതത്തിലും ബാക്കി ഇടപാടുകളിലും ഒക്കെ ക്രമീകരണം വരേണ്ട മേഖലകളിലെല്ലാം എന്ത് ചെയ്യണം? ക്രമീകരണം വരണം. അല്ലാതെ ശബ്ദകോശം കൊണ്ട് മാത്രമൊന്നും കാര്യമായിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ 100 കൊല്ലം കൊണ്ട് നമുക്ക് പലതും പറയാനുണ്ട്. ശബ്ദകോശം കൊണ്ട് മാത്രം കാര്യമായില്ല. അതേസമയം ക്രമീകരിച്ചു കഴിഞ്ഞാൽ ശബ്ദം വരുമോ ഇല്ലയോ? ക്രമീകരിച്ചു കഴിഞ്ഞാൽ വരുന്ന ശബ്ദത്തിന് മൂർച്ച കൂടുതലായിരിക്കും. ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഗണ്യമാക്കണം. കാര്യങ്ങളെ ഗണ്യമാക്കണം. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ പൗലോസിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെയാ. പഴയ നിയമത്തിലേക്ക് വരുമ്പോ 132-ാം സങ്കീർത്തനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ദൈവത്തിന്റെ ആലയത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അതിന്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കാതെ താൻ തന്റെ ശയ്യമേൽ കയറി കിടക്കില്ല, കണ്ണിന് കൺപോളയ്ക്ക് ഉറക്കം കൊടുക്കില്ലെന്നൊക്കെയാ പറയുന്നത്. ദൈവത്തിന്റെ ആലയത്തിന്റെ നിർമ്മിതിയെ കുറിച്ച് പറയുന്ന കാര്യത്തിൽ അത്ര ഉത്സാഹിയായിരുന്നു ദാവീദ്. വലിയ ഉത്സാഹിയായ മനുഷ്യനാണ്. അദ്ദേഹത്തെ കുറിച്ച് ഒരു വാക്കോടെ ഞാൻ ഓടിച്ചു പറഞ്ഞോട്ടെ. അതിന്റെ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അതിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട്. വായിക്കൊന്നും വേണ്ട. അവിടെ ഒരു വീരനായ മനുഷ്യൻ, ദാവീദുമായി ബന്ധപ്പെട്ട് വീരനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു കുന്തം കൊണ്ട് 300 പേരെ കൈകാര്യം ചെയ്തെന്നാണ് വായിക്കുന്നത്. അതായത് ഈ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു അന്തരീക്ഷമുണ്ട്. ദാവീദിന്റെ കാലത്തുള്ള വീരന്മാരെ കുറിച്ചാണ് അവിടെ സൂചനകൾ വരുന്നത്. ദാവീദിന്റെ കാലത്തെ വീരന്മാരെ കുറിച്ച് നോക്കണം. ശൗലിന്റെ കാലത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. കസേരയിലേക്ക് അധികാരം മാറി ദാവീദ് വന്നപ്പോൾ അന്തരീക്ഷമാകെ മാറി. ഇസ്രായേലിന്റെ നടുവിൽ വീരന്മാർ എഴുന്നേൽക്കുകയാണ്. ഒരു കുന്തം കൊണ്ട് ഒരാൾ തന്നെ എന്ത് ചെയ്യാണ്? 300 പേരെ കൈകാര്യം ചെയ്യാണ്. അവിടെ കുന്തമോ 300 അല്ല വിഷയം. ഞാൻ എന്താ പറയാൻ ആഗ്രഹിച്ചത്? ശൗലിന്റെ കാലം പോലെയല്ല ദാവീദിന്റെ കാലം എന്നുള്ളതാണ്. അന്തരീക്ഷം മൊത്തം മാറി. വീരന്മാർ എഴുന്നേറ്റു. കാര്യങ്ങളെല്ലാം മാറി. ഫെലിസ്തരൊന്നും ഇസ്രായേലിന്റെ മുമ്പിൽ നിൽക്കില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പൊ അത്രയേ ഉള്ളൂ 11-ാം അധ്യായം. അതിനകത്തൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നീട് നിങ്ങൾ നോക്കിക്കൊള്ളുക. നേരെ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ പെട്ടകം കൊണ്ടുവരുന്ന കാര്യമാണ്. പെട്ടകം കൊണ്ടുവരുവാൻ വേണ്ടി അവർ ഉത്സാഹിച്ചു. കാളവണ്ടി പുറത്തു വെച്ചു. അങ്ങനെ താഴേക്ക് വരുമ്പോൾ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 13-ന്റെ-12 വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? അന്ന് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു പോയി. സഹോദരങ്ങളെ, അന്ന് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു പോയി. ഗംഭീരമായ ഒരു വാക്യമാണ്.
14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാര്യമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അതിന്റെ തുടക്കത്തിൽ ഹീരാമിനെ കുറിച്ച് കാണുന്നുണ്ട്. ഹീരാം. അപ്പൊ ഹീരാമ് ദാവീദിന് വേണ്ടി അരമന പണിയുന്ന കാര്യമാണ് 14-ാം അധ്യായത്തില്. അതുകൊണ്ട് അതിലധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്നിട്ട് 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അരമനയുടെ പണിയൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് 15-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെ കാണുകയാണ്: അവൻ തനിക്ക് ദാവീദിന്റെ നഗരത്തിൽ അരമനകളെ ഉണ്ടാക്കി, ദൈവത്തിന്റെ പെട്ടകത്തിനായി ഒരു സ്ഥലവും ഒരുക്കി, അതിനൊരു കൂടാരവും അടിച്ചു. കൂടാരം എന്ന് വെച്ചാൽ ഒരു ടെമ്പററി കൂടാരം. കൂടാരം മീൻസ് സമാഗമന കൂടാരാണ്. അതിപ്പോ എവിടെ ഇരിക്കുന്നത്? ഗിബയിൽ ഇരിപ്പുണ്ട്. പക്ഷെ പെട്ടകം ഈ അമീനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തത് എങ്ങോട്ടാ? യെരൂശലേമിലേക്കാണ്. സമാഗമന കൂടാരം ഇരിക്കുന്ന ഗിബയിലാണ്. അതിനുള്ള വാക്യം തൊട്ട് പുറകിലുണ്ട്, വേറെയുണ്ട്, കാണിച്ചു തന്നേക്കാം. വേഗം എന്ന് പറഞ്ഞങ്ങ് വിടാം. അപ്പോ അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ സജ്ജമാക്കി. 2-ാം വാക്യം ഒന്ന് വായിച്ചു. 15:2. അന്ന് ദാവീദ് ലേവ്യരല്ലാതെ ആരും ദൈവത്തിന്റെ പെട്ടകം ചുമക്കേണ്ടതല്ല, അവരെയല്ലോ ദൈവത്തിന്റെ പെട്ടകം ചുമക്കാനും തനിക്കെന്ത് ശുശ്രൂഷ ചെയ്യുവാനും യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നെന്ന് പറഞ്ഞു. ഭയങ്കരമായിപ്പോയി. ഭയങ്കര കണ്ടുപിടുത്തോ അത് പുള്ളിയുടെ. എങ്ങനെയാ ദാവീദ് പറയുന്നത്? ലേവ്യരല്ലാത്ത ആരും. ലേവ്യരിൽ ആരാ പെട്ടകം ചുമക്കേണ്ടത്? ആരാ സഹോദരങ്ങളെ? പഴയ നിയമം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലെന്നറിയാം. കെഹാത്യർ, അവർ നമുക്ക് നിഴലായി നിൽക്കുന്നവരാണ്. അവർ പെട്ടകം ചുമക്കുകയാണ്. നാമും ഇന്ന് ചുമക്കുകയാണ്. ഓക്കെ, കെഹാത്യരാണ് ചുമക്കേണ്ടത്. ദാവീദ് പറയാണ് ലേവ്യരല്ലാത്ത ആരും പെട്ടകം ചുമക്കേണ്ടതില്ലെന്ന്. ഉസയുടെ കാറ്റ് പോയി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വെളിപ്പാട് കിട്ടി. ഈ ഉസ പോകാനുള്ള കാരണം എന്തെന്ന് നമ്മൾ പറഞ്ഞത്? പുള്ളി കാളവണ്ടിയായിട്ട് വന്നിട്ട് ആരെവിടെയെന്ന് ചോദിച്ചപ്പോ പാവം പിടിച്ച ഉസ എല്ലാം എടുത്ത് കാളവണ്ടി പുറത്ത് വെച്ചു. കാള വരണ്ടപ്പോ ഉസ കയറി പിടിക്കാൻ തുടങ്ങി. ഉസയുടെ കാര്യം പോയി. അപ്പൊ അന്നേരം ദാവീദിന് ഇത് കത്തിയില്ലേ? താഴേക്ക് വായിക്കാം. ഇതിന് താഴേക്ക് വായിക്കുമ്പോൾ അന്ന് ദാവീദ് പോകുന്നത് അഹ്റോന്റെ പുത്രന്മാരായ, അല്ലെങ്കിൽ അഹ്റോന്യർ. അഹ്റോന്യർ എന്ന് പറയുമ്പോൾ അഹ്റോന്റെ പുത്രന്മാരായ ആ വംശാവലി വരുന്ന മഹാപുരോഹിതന്മാരെയും പുരോഹിതന്മാരെയും എല്ലാം കൂട്ടിക്കൊണ്ട് പോകുന്നു. പിന്നെ കെഹാത്യരുടെ കാര്യം പറയുന്നുണ്ട് 5-6 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ. അവരെല്ലാം അവരുടെ പ്രധാനികളെ എല്ലാം കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 13-ാം വാക്യം കൂടെ വായിച്ചേ. ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യാനുമുണ്ട്, നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി, നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്. വല്ലതും മനസ്സിലായി വായിച്ചിട്ട്? ആദിയിൽ നിങ്ങൾ തന്നെ അത് ഏത് ചെയ്യായിക്കോട്ടെ, പെട്ടകം ചുമന്ന് കൊണ്ടുവരാതെ ആര് കാളവണ്ടി വെച്ചെന്നാ നിങ്ങൾ പറയുന്നേ? നിങ്ങൾ ഈ പുസ്തകം പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ കാളവണ്ടി കൊണ്ടുവന്നതും കയറ്റി വെക്കാൻ പറഞ്ഞ ആളാരാന്നുള്ള പച്ചക്ക് എഴുതി വെച്ചിരിക്കുക. ഇപ്പൊ നാളുകൾ കഴിഞ്ഞു പോയപ്പോൾ ഓബേദെദോമിന്റെ വീട്ടിൽ പെട്ടകം ഇരിക്കുക. ഉസയൊക്കെ മരിച്ചതിന് ശേഷം 3 മാസത്തിൽ കൂടുതലായി ഓബേദെദോമിന്റെ വീട്ടിൽ പെട്ടകം ഇരിക്കുക. വീണ്ടും പെട്ടകം കൊണ്ടുവരാനായിട്ട് ദാവീദ് പോകുന്ന പോക്കാണ് ഈ കാണുന്നത്. ഇപ്പൊ ദാവീദ് പറയാണ്, നിങ്ങൾ ആദിയില് ഇത് ചുമന്നോട്ട് വരാതെ കാളവണ്ടിപ്പുറത്ത് വെച്ചത് എന്തിനാണ്? അപ്പൊ അവരുടെ ഇഷ്ടത്തിനാണോ കാളവണ്ടിപ്പുറത്ത് വെച്ചത്? അവരുടെ സ്വന്തം താല്പര്യത്തിൽ ചെയ്തതാണോ? ദാവീദിന്റെ താല്പര്യത്തിൽ ചെയ്ത കാര്യങ്ങളല്ലേ അതെല്ലാം. ഇനി ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ആവർത്തനം 17-ന്റെ 18, 19, 20 3 വാക്യങ്ങൾ വായിക്കണമെങ്കിൽ ഇത്തിരി നീളം. എന്റെ ദൈവമേ, അത് വായിക്കണ്ട, നോട്ട് ചെയ്തോ. ആവർത്തനം 17-ന്റെ 18, 19, 20 അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഇസ്രായേലിൽ രാജാവ് ഉണ്ടാകുമ്പോൾ രാജാവിന്റെ കയ്യില് ന്യായപ്രമാണത്തിന്റെ കോപ്പി വേണം. അതിനനുസരിച്ച് വേണം ചലിക്കാൻ. ഇസ്രായേലിന്റെ രാജാവ് ചലിക്കണമെങ്കിൽ ന്യായപ്രമാണം കയ്യിൽ വേണം. അതിനനുസരിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അപ്പൊ ന്യായപ്രമാണത്തിന്റെ കോപ്പി ആരുടെ കയ്യിലുണ്ട്? ദാവീദിന്റെ കയ്യിലില്ലേ? ആ ദാവീദ് അതിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിരുന്നു? ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ. അതിന് പകരം പുള്ളി കാളവണ്ടിപ്പുറത്ത് കയറ്റി വെച്ചുകൊണ്ട് വന്നു. ഉസയുടെ കാര്യത്തില് തീരുമാനമായി. ഇപ്പൊ അദ്ദേഹം പറയാണ്, ഇപ്പൊ അദ്ദേഹത്തിന് ഓക്കെ, ദാവീദിന്റെ ഒരു പ്രത്യേകതയാണ്, ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴും, തെറ്റിപ്പോയി എന്ന് സമ്മതിക്കും, ഹൃദയത്തകർച്ചയുള്ള മനുഷ്യനാ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ദാവീദ് അങ്ങനെയൊക്കെ പറയുമ്പോഴും പോയ ഉസ തിരിച്ചു വരുമെന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ വാത്സല്യ സഹോദരങ്ങളോട് പറയുന്നത്, നമ്മുടെ ചുറ്റോടിയിട്ട് ലോകത്തിൽ പല ദാവീദുമാരും വചനവിരുദ്ധമായ കാര്യങ്ങൾ കാണിക്കും, ചാടും, തുള്ളും, ഡാൻസ് ചെയ്യും, പലതും ചെയ്യും. അതൊക്കെ ചെയ്യുമ്പോൾ അതിനൊപ്പം പോയി എന്ത് ചെയ്യരുത്? വളരെ സൂക്ഷിക്കണം. അതിനെക്കുറിച്ചൊക്കെ ജാഗ്രതയുള്ളവരായിരിക്കണം. കണ്ണാലെ കാണുന്ന ഇതൊക്കെ. അതിന് തൊട്ട് താഴെ ഈ 15-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: ലേവ്യരുടെ പുത്രന്മാർ യഹോവയുടെ വചനപ്രകാരം മോശ കൽപ്പിച്ചതുപോലെ ദൈവത്തിന്റെ പെട്ടകത്തെ അതിന്റെ തണ്ടുകൾ ഞങ്ങളുടെ ചുമലിൽ ചുമന്നുകൊണ്ട് വന്നു. ഇത് നേരത്തെ അങ്ങ് ചെയ്താൽ പോരായിരുന്നോ? നമ്മളും സാധാരണ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണ് എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താ? അത് വചനവിരുദ്ധമായതുകൊണ്ടല്ലേ.
വചനവിരുദ്ധമായതുകൊണ്ടല്ലേ പറഞ്ഞത്. ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിട്ടിരുന്നു, മറുപടി ഇതുവരെ പറഞ്ഞില്ല, സമയം തീർന്നു. ചോദ്യം എന്താന്ന് മനസ്സിലായോ? അന്യാഗ്നി കത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. ഇതുവരെ എന്താണ് പറയാത്തത്? അന്യാഗ്നി കത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതുവരെ തന്നില്ല. അഗ്നി കത്തുന്നത് എവിടെയാന്ന് ചോദിച്ചപ്പോ യാഗപീഠത്തിലാന്ന് പറഞ്ഞു. അപ്പൊ അന്യാഗ്നി എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? പുസ്തകം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? നാദാബും അബീഹുവും അന്യാഗ്നി കത്തിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ ഓർക്കുന്നുണ്ട്, മറന്നൊന്നും പോയിട്ടില്ല. ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തില് ഈ സംഭവം ഇല്ലേ, ഈ കാര്യങ്ങളുണ്ട്. ഇപ്പൊ അതൊന്നും വായിക്കാൻ പോലെ എന്റെ സമയം കഴിഞ്ഞു. അന്യാഗ്നി ആരാധനയിൽ പിഴച്ചാൽ മരണമാണ്. ആരാധന എന്ന് പറയുന്നത് പറയാൻ വേണ്ടി ഞാൻ വന്നതാ. പക്ഷെ ഇന്ന് ഉച്ച കഴിഞ്ഞാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പ്രസംഗിക്കാൻ വന്ന പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഡീവിയേറ്റ് ചെയ്തു പോകാനുണ്ടായ കാരണം എന്താണെന്ന് ഇന്ന് ആഫ്റ്റർനൂണിൽ എനിക്ക് മനസ്സിലായത്. എന്തുകൊണ്ടാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡീവിയേറ്റ് ചെയ്തു പോയി സുവിശേഷത്തിലേക്കും പുതിയ നിയമത്തിലേക്കും ഉഴുതുമറിക്കുന്ന കാര്യങ്ങളും യാഗങ്ങളും അതും ഇതുമൊക്കെ പറയാനുണ്ടായ സാഹചര്യം എന്നുള്ളത് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു കാരണത്താൽ അല്ലാതെ അങ്ങനെ മാറില്ല. കാരണം ഞാൻ ഈ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പറയാനായിട്ട് സജ്ജമായിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ മാറണമെങ്കിൽ കൃത്യമായ കാരണമുണ്ട്. കാരണം എനിക്ക് വെളിപ്പെട്ടു, നന്നായിട്ട് ബോധ്യപ്പെട്ടു. അപ്പോ സഹോദരങ്ങളെ, വളരെ സീരിയസ് ആണ് ആത്മീയ ജീവിതം. ഈ കാര്യങ്ങൾ നമ്മൾ അറിയണം. അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അറിയാതെ ആമേൻ പറഞ്ഞു പോകും. പുതിയ നിയമത്തിന്റെ ആരാധന, പഴയ നിയമത്തിന്റെ ആരാധന എന്നുള്ളതൊക്കെ പഠിക്കണം. പഴയ നിയമത്തിലെ ഏറ്റവും സീരിയസ് ആയ 2 കാര്യം പറയാം. ഇസ്രായേലിലെ പുരോഹിതൻ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ ആദ്യം യാഗം അർപ്പിക്കും യാഗപീഠത്തിൽ. ആ യാഗാർപ്പണത്തിന് ശേഷം വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വന്ന് അവിടെ ഇൻസെൻസ് ഹോൾഡർ ഉണ്ട്, ധൂപപീഠം, സുഗന്ധ ധൂപപീഠം, അവിടെ പരിമള ധൂപം അർപ്പിക്കും. അങ്ങനെയാണ് ദിവസേനയുള്ള ശുശ്രൂഷകൾ പൂർത്തീകരിക്കുന്നത്. പ്രഭാതയാകവും സന്ധ്യായാകവും. പ്രഭാതയാഗം രാവിലെ 9 മണിക്ക്, സന്ധ്യായാഗം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. അങ്ങനെ 2 യാഗങ്ങൾ ദിവസേനയുണ്ട്. ആ യാഗങ്ങൾക്ക് വരുമ്പോൾ ആദ്യം യാഗം അർപ്പിക്കും, യാഗരക്തം അകത്ത് പോയി തിരശ്ശീലയ്ക്ക് മുമ്പിൽ തളിക്കും. എന്നിട്ട് പിന്നത്തേതിൽ ധൂപപീഠത്തിൽ ധൂപം അർപ്പിക്കും. ആ ധൂപപീഠത്തിൽ ധൂപം അർപ്പിക്കുന്നതാണ് നമ്മൾ യേശുക്രിസ്തു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശമരിയക്കാരോട് പറഞ്ഞില്ലേ, പിതാവിനെ ആരാധിക്കേണ്ടവർ എങ്ങനെ ആരാധിക്കണമെന്ന്? എങ്ങനെയാ പറഞ്ഞത്? ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്നാണ് പറഞ്ഞത്. ആ കാര്യം പഠിക്കാനായിട്ട് ഈ കാര്യങ്ങൾ അറിയണം. പഴയ നിയമത്തിന്റെ ആരാധന എന്ന് പറയുന്നത് പെട്ടകത്തിന് മുമ്പിൽ തുള്ളുന്നതല്ല. മിരിയാം ചെങ്കടൽ കടന്നപ്പോ പാട്ടുപാടി, അത് ആരാധനയല്ല. ആരാധന ഹോരേബിലാണ്. ചെങ്കടൽ കടന്നിട്ട് പാട്ടേ പാടിയിട്ടുള്ളൂ, ആരാധന ഹോരേബിലാണ്. അവിടെയാണ് സമാഗമന കൂടാരം, അവിടെയാണ് പൗരോഹിത്യം ലഭിച്ചത്. അവിടെയാണ് കൂടാരത്തിന്റെ വിശുദ്ധ സ്ഥലത്തേക്ക് അഹരോനും പുത്രന്മാരും കടന്നു വരുന്നത്. അഹരോനും പുത്രന്മാരും അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ പരിമള ധൂപം അർപ്പിക്കുമ്പോൾ ജനമെല്ലാം വെളിയിൽ, അതായത് സമാഗമന കൂടാരത്തിലെ യെരൂശലേം ദേവാലയത്തിലെ ശുശ്രൂഷയിൽ ഏറ്റവും ഗംഭീരമായ നിമിഷം ധൂപാർപ്പണമാണ്. ഭയന്നിട്ടാണ് ആ ധൂപാർപ്പണത്തിന് പുരോഹിതന്മാർ വരുന്നത്. എല്ലാ പുതിയ നിയമ ക്രിസ്ത്യാനി പഠിക്കണം. ഭയന്നിട്ടാണ്. ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ വരുമ്പോൾ, അതിപരിശുദ്ധ സ്ഥലത്ത് വരുമ്പോൾ ഭയന്നിട്ടെന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെ മാത്രമല്ല, ദിവസേനയുള്ള ധൂപാർപ്പണത്തിന് വരുമ്പോഴും ഭയപ്പാടോടുകൂടിയാണ് വരുന്നത്. ആ പുരോഹിതന്റെ ഉള്ളിൽ ഒരു അങ്കലാപ്പുണ്ട്. തേജോമനായ ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് താൻ വരുന്നത്. ആ അർപ്പിക്കുന്ന ധൂപം അത് ഉയരത്തിലേക്ക് അതിന് പുക പൊങ്ങുമ്പോൾ, ദൂതന്മാരത് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത്ര ഗംഭീരമായ നിമിഷമാണ്. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട പുരോഹിതൻ ധൂപവർഗങ്ങൾ, പുറപ്പാട് ദിവസം 30-ന്റെ 34-ഉം 35-ഉം വാക്യങ്ങൾ നോട്ട് ചെയ്തോ. അവിടെ നർമ്മശ, കുൽകുലു, ഹൽബാനപ്പശ, നിർമ്മല സാമ്പ്രാണി കൂടെ ഉപ്പും കൂടെ ചേർത്ത് നേർമയായി പൊടിച്ച് ധൂപപീഠത്തിൽ നിരത്തണം. അങ്ങനെ നിരത്തി അത് കത്തണം. ആ കത്തുന്ന ആ സുഗന്ധം സ്വർഗത്തിലേക്ക് ഉയരണം. അത് പുതിയ നിയമത്തിലേക്ക് പഠിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതമാണ് കത്തി ഉയരേണ്ടത്. അങ്ങനെ സൗരഭ്യമായി കത്തിക്കഴിഞ്ഞിട്ട് 6 ദിവസം കത്തിക്കഴിഞ്ഞിട്ടാണ് 7ാമത്തെ ദിവസം ആരാധനയ്ക്ക് കടന്നു വരേണ്ടത്. 6 ദിവസം സൗരഭ്യമുള്ള ആരാധനയായി ജീവിതം മാറണം. എന്നിട്ട് 7ാം ദിവസം വന്ന് കാര്യങ്ങൾ പറയണം. അല്ലാതെ ചുമ്മാ ഓടിക്കതച്ച് വന്ന് 7ാം ദിവസം എന്തെങ്കിലും പറഞ്ഞാലൊന്നും ആരാധനയാകില്ല. മനസ്സിലാക്കണം. ഇസ്രായേലിന്റെ കൊയർ നിൽക്കുന്നത് എവിടെയാ? സമാഗമന കൂടാരത്തിന്റെ വാതിലിന് വെളിയില. വാതിൽ കടന്ന് അകത്തേക്ക് ഒരൊറ്റയാൾക്കും കടന്നു പോകാൻ കഴിയില്ല, പുരോഹിതന്മാർക്കല്ലാതെ. കൊയർ നിൽക്കുന്നത് വാതിലിന് വെളിയിലാണ്. ഗായിക സംഘം, കൂട്ടത്തിൽ വാദ്യ സംഘമുണ്ട്, ഓർക്കസ്ട്ര, അവരും വാതിലിന് വെളിയിലാണ് നിൽക്കുന്നത്. വിശുദ്ധ സ്ഥലത്തേക്ക് അഹരോന്റെ പുത്രന്മാരെ പുരോഹിതന്മാർക്ക് മാത്രമേ പോകാൻ കഴിയൂ. അവിടെയാണ് ആരാധന നടക്കുന്നത്.
180 സങ്കീർത്തനം, 149 സങ്കീർത്തനം, പിന്നെ ഏതാ 100 സങ്കീർത്തനം. ഇതൊക്കെ വെച്ച ആളുകൾ പറയുന്നത് നൃത്തം ചെയ്യണമെന്ന്. നൃത്തം ചെയ്യുന്നൊക്കെ വെളിയിലാണ്. ആരാധന എന്ന് പറയുന്നത് ധൂപപീഠത്തിലാണ്. വിശദമായി പഠിക്കണം. അവിടെയാണ് പരിമള ധൂപാർപ്പണം. അവിടെ ഓർക്കസ്ട്ര ഇല്ല, ഓർഗനും ഇല്ല, തമ്പേറും ഇല്ല, ഒരു ഇടപാടും ഇല്ല. ഭയന്നിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതേ അനുഭവമാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒറ്റ വാക്യോടെ പറഞ്ഞേക്കാം. റോമാലേഖനം 1:10 നോട്ട് ചെയ്തോ? അവിടെ പൗലോസ് പറയാണ്, ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമെന്ന്. പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് ആരാധന എവിടെയാ? സമാഗമന കൂടാരത്തിന്റെ വിശുദ്ധ സ്ഥലത്ത്. പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് ആരാധന യെരൂശലേം ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലത്ത്. എന്നാൽ മാളികമുറിക്ക് ശേഷം ആരാധന എവിടെയാ? ഞാനും നിങ്ങളുമാകുന്ന കൂടാരത്തിൽ ഇതിനകത്തേക്കാണ് തേജസ് ഇറങ്ങി വരുന്നത്. എന്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം. എന്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം. അങ്ങനെയാണ് പുതിയ നിയമത്തിന്റെ ആരാധന എന്ന് പറയുന്നത്. ആ ആരാധനയിൽ ഹെവി പവറാണ് വരുന്നത്. ഹെവി പവർ. അങ്ങനെ വരുന്ന ഹെവി പവർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ കുലുങ്ങും അനങ്ങുമൊക്കെ ചെയ്യും. അതല്ലാതെ ഈ പറയുന്ന പോലത്തെയുള്ള കാര്യങ്ങളല്ല പുതിയ നിയമത്തിന്റെ ആരാധനയിൽ വരുന്നത്. പുതിയ നിയമത്തിന്റെ ആരാധന എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ ബാഹ്യപ്രകടനങ്ങളുണ്ട്, പുതിയ നിയമത്തിൽ ബാഹ്യപ്രകടനങ്ങളില്ല. ദൈവശക്തി കടന്നു വരുമ്പോൾ നാം ചലിക്കും, അത്രമാത്രം. അല്ലാതെ ഡെലിബറേറ്റ്ലി ഡിസ്കോ ഡാൻസ് കളിക്കുന്ന പരിപാടിയൊന്നും പുതിയ നിയമത്തിലില്ല. പുതിയ നിയമത്തിലെ ആരാധന എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. എന്റെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ വലയം ഗംഭീരമായ നിമിഷമാണ്. ഹെവി പവറാണ് അവിടെ വരുന്നത്. ചില സമയത്ത് മനുഷ്യരെ ഭയങ്കരമായി കുലുങ്ങും, കൈകളടിക്കും, ചലിക്കും, പതിയെ ഉരുളും. അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം. അതല്ലാതെ കോമാളിത്തരത്തിന്റെ നിമിഷങ്ങളല്ലത്. ആഴത്തിൽ പഠിക്കണം. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കടന്നുപോയ സമയത്തെ ഓർത്തു എല്ലാം ഒരിക്കൽ കൂടെ ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.